ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെക്ടേഴ്സ് എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ എക്സസൈസ് ആയിട്ടുള്ള എക്സസൈസ് 10.2 വരുന്ന 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ആദ്യത്തെ വെക്ടർ എന്ന് പറയുന്നത് i പ്ലസ് ജെ പ്ലസ് കെ എന്നാണ് തന്നിരിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇവിടെ നോക്കുക ഐയുടെ കോയിഫിഷ്യൻ്റ് 1 ആണ്, സോ 1ൻ്റെ സ്ക്വയർ പ്ലസ് ഇവിടെ 1 ആണ്, 1ൻ്റെ സ്ക്വയർ പ്ലസ് 1ൻ്റെ സ്ക്വയർ അല്ലേ എന്ന് പറഞ്ഞ റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് a3 സ്ക്വയർ ആണ് അവിടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയാം. അങ്ങനെ നോക്കുമ്പോൾ റൂട്ട് ഓഫ് 1 പ്ലസ് 1 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 3 എന്നാണ് ആദ്യത്തെ വെക്ടർ ആയിട്ടുള്ള വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ വെക്ടർ ആയിട്ടുള്ള ബിയുടെ മാഗ്നിറ്റ്യൂഡ് അല്ലേ, സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഇവിടെ എന്താണ് 2ൻ്റെ സ്ക്വയർ പ്ലസ് നെഗറ്റീവ് 7ൻ്റെ സ്ക്വയർ പ്ലസ് നെഗറ്റീവ് 3യുടെ സ്ക്വയർ എന്നാണ് വരിക. ഇവിടെ നോക്കി ഐയുടെ കോയിഫിഷ്യൻ്റ് 2 ആയിരുന്നു, ജെയുടെ കോയിഫിഷ്യൻ്റ് -7, ദെൻ കെയുടെ കോയിഫിഷ്യൻ്റ് -3 എന്ന് പറഞ്ഞാൽ സ്കേലാർ കമ്പോണൻസ് 2 -7 -3 എന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്ക്വയേഴ്സ് എടുത്തിട്ട് സം ചെയ്തിട്ട് റൂട്ട് കാണുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, മാഗ്നിറ്റ്യൂഡ് കിട്ടുക അല്ലേ. അപ്പോൾ ഇവിടെ കിട്ടുന്നത് റൂട്ട് ഓഫ് 4 പ്ലസ് 49 പ്ലസ് 9 എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 62 എന്നാണ് നമുക്കിവിടെ ആൻസർ കിട്ടുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ വെക്ടർ നോക്കാം. വെക്ടർ സി എന്നാണ് തന്നിരിക്കുക. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് സി ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ഇവിടെ സ്കേലർ കമ്പോണൻസ് എടുക്കുമ്പോൾ 1/√3 ആണ് ആദ്യം, സോ 1/√3 സ്ക്വയർ, എഗെയിൻ 1/√3 വന്നിട്ടുണ്ട് അതിൻ്റെ സ്ക്വയർ, ദെൻ 1/√3യുടെ സ്ക്വയർ എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1/3 പ്ലസ് 1/3 പ്ലസ് 1/3 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നോക്കുക ഡിനോമിനേറ്റേഴ്സ് എല്ലാം 3 ആണ്, നമുക്ക് ന്യൂമറേറ്റേഴ്സിനെ ആഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് 1 പ്ലസ് 1/3 എന്ന് വന്നു, ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 3/3 എന്ന് വന്നു, ദാറ്റ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്നാണ് കിട്ടുക. അപ്പോൾ നോക്കുക നമുക്കിവിടെ 3 വെക്ടേഴ്സ് തന്നിരുന്നു, 3ൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമ്മളോട് സെയിം മാഗ്നിറ്റ്യൂഡ് വരുന്ന 2 ഡിഫറെൻറ്റ് വെക്ടേഴ്സ് എഴുതാനായിട്ടാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സെയിം മാഗ്നിറ്റ്യൂഡ് വരുന്ന ഡിഫറെൻറ്റ് വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റ്ലി മെനി വെക്ടേഴ്സ് അല്ലേ, നമുക്ക് ഇഷ്ടംപോലെ വെക്ടേഴ്സ് അങ്ങനെ എഴുതാനായിട്ട് പറ്റും. അതിലേതെങ്കിലും 2 എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഒരു വെക്ടർ എന്ന് പറഞ്ഞിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു i മൈനസ് 2j പ്ലസ് 3k എന്ന് എടുക്കുകയാണെങ്കിൽ നോക്കുക അവിടുത്തെ കമ്പോണൻസ് എന്ന് പറയുന്നത് 1 -2 ദെൻ 3 എന്നാണ് അല്ലേ, സ്കേലർ കമ്പോണൻസ് 1 -2 3 എന്നാണ്. അപ്പോൾ ആ സ്കേലർ കമ്പോണൻസിനെ ഇന്റർചേഞ്ച് ചെയ്ത് നമുക്ക് വേറെ വെക്ടർ എഴുതുകയാണെങ്കിൽ നമുക്ക് ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് എന്ന് പറയാനായിട്ട് പറ്റും. അങ്ങനെ നോക്കുമ്പോൾ ഞാനിവിടെ 2i എന്ന് എഴുതി പ്ലസ് 3j എന്ന് എഴുതി ദെൻ -k എന്ന് എഴുതി അല്ലേ. അപ്പോൾ നമുക്ക് അവിടുത്തെ സ്കേലർ കമ്പോണൻസ് 2 3 -1 ആണ്. ഇനി നോക്കുക ഇങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും മാഗ്നിറ്റ്യൂഡ്സ് സെയിം ആയിരിക്കും എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ മാഗ്നിറ്റ്യൂഡെ കണ്ടുപിടിക്കുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് -2ൻ്റെ സ്ക്വയർ 4 ദെൻ 3യുടെ സ്ക്വയർ 9 എന്നാണ് വരിക, റൂട്ട് 14 എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കാണുമ്പോൾ അത് തന്നെയാണ് അല്ലേ, എന്താണ് 4 പ്ലസ് 9 പ്ലസ് 1 ആണ് സ്ക്വയർ റൂട്ട് ഓഫ് 14 എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുക ഇവിടെ നമ്മൾ ഒരു വെക്ടർ നമുക്ക് ഇഷ്ടമുള്ള പോലെ എഴുതി അതിൻ്റെ സ്കേലർ കമ്പോണൻസ് ഇന്റർചേഞ്ച് ചെയ്ത് നമ്മൾ വേറൊരു വെക്ടർ എഴുതി, അങ്ങനെ വരുമ്പോൾ 2ൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് സെയിം ആയിരിക്കും, അവരുടെ ഡയറക്ഷൻ ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. രണ്ടും ഒരിക്കലും സെയിം ആണെന്ന് പറയാനായിട്ട് പറ്റില്ല അല്ലേ, 2 ഡിഫറെൻറ്റ് വെക്ടേഴ്സ് ആണ്, പക്ഷേ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് അവിടെ ഈക്വൽ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമ്മളോട് സെയിം ഡയറക്ഷനിലുള്ള 2 ഡിഫറെൻറ്റ് വെക്ടേഴ്സ് എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെയും നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി വെക്ടേഴ്സ് ഉണ്ട്, അതിലേതെങ്കിലും 2 വെക്ടേഴ്സ് നമുക്ക് എഴുതാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം വെക്ടർ എന്ന് പറഞ്ഞിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു വെറുതെ i പ്ലസ് 2j പ്ലസ് 3k എന്ന് പറഞ്ഞ ഒരു വെക്ടർ എടുത്തു. ദെൻ നോക്കുക ഇതിൻ്റെ സെയിം ഡയറക്ഷനിലുള്ള വേറൊരു വെക്ടറാണ് നമുക്കിനി വേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ എന്താ, ഇതിനെ നമുക്ക് ഏതെങ്കിലും ഒരു പോസിറ്റീവ് സ്കേലാർ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ ഡയറക്ഷൻ എന്ത് തന്നെയായിരിക്കും, സെയിം തന്നെയായിരിക്കും. അപ്പോൾ ഞാനിവിടെ വെക്ടർ ബി എന്ന് പറഞ്ഞിട്ട് 2 ടൈംസ് വെക്ടർ എ എടുക്കുകയാണെങ്കിൽ അവ രണ്ടും സെയിം ഡയറക്ഷനിലായിരിക്കും, അവ 2 ഡിഫറെൻറ്റ് വെക്ടേഴ്സും ആണ് അല്ലേ, സെയിം ഡയറക്ഷൻ ആണ് എന്ന് മാത്രമേ ഉള്ളൂ, വെക്ടേഴ്സ് എന്താണെങ്കിലും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെക്ടർ എഴുതി അതിന് ഞാൻ വെറുതെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിനെയാണ് വെക്ടർ ബി എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് 2 × i പ്ലസ് 2j പ്ലസ് 3k എന്നെടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2i പ്ലസ് 4j പ്ലസ്
6k എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ഡിഫറെൻറ്റ് വെക്ടേഴ്സ് വെക്ടർ എയും വെക്ടർ ബിയും എഴുതി അവയുടെ ഡയറക്ഷൻസ് സെയിം ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമ്മളോട് എക്സ് ആൻഡ് വൈയുടെ വാല്യൂസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുക. അതിന് വേണ്ടിയിട്ട് ഈ രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആവണമെങ്കിൽ അതിൻ്റെ കമ്പോണൻസ് ഉറപ്പായിട്ടും ഈക്വൽ ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് പറയാം എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് 2 ആണ്. ഒപ്പം വൈയുടെ വാല്യൂ എന്തെന്ന് ചോദിച്ചാൽ അത് 3 ആണ് എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ നോക്കുക, ഇത്രയേ ഉള്ളൂ. രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ കമ്പോണൻസ് ഈക്വൽ ആണ്. നമ്മൾ ജസ്റ്റ് ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് അവിടെ എക്സ് ആൻഡ് വൈയുടെ വാല്യൂസ് കിട്ടി. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമ്മളോട് സ്കേലാർ കമ്പോണൻസും ഒപ്പം വെക്ടർ കമ്പോണൻസും ആണ് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഒരു വെക്ടറിന്റെ സ്കേലാർ കമ്പോണൻസും വെക്ടർ കമ്പോണൻസും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ വെക്ടറിന്റെ ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് 2,1ഉം ടെർമിനൽ പോയിന്റ് എന്ന് പറയുന്നത് -5,7ഉമാണ് എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് അവിടെ വെക്ടർ എഴുതുമ്പോൾ നമ്മൾ ടെർമിനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ് എന്ന രീതിയിലാണ് എടുക്കുക അല്ലേ. അപ്പോൾ ഇയാളെ നമുക്ക് x1 y1 എന്നും ഇയാളെ x2 y2 എന്ന് എടുക്കുകയാണെങ്കിൽ വെക്ടർ എന്ന് പറയുന്നത് എന്താണ്, x2 മൈനസ് x1 ഓഫ് i പ്ലസ് y2 മൈനസ് y1 ഓഫ് j പ്ലസ് z2 മൈനസ് z1 ഓഫ് k എന്നാണ്. ഇവിടെ നമുക്ക് സെറ്റ് കോർഡിനേറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് ഇത്ര മാത്രം എഴുതിയാൽ മതിയായിരിക്കും. അപ്പോൾ എപ്പോഴും ടെർമിനൽ മൈനസ് ഇനീഷ്യൽ എന്ന രീതിയിലാണ് നമുക്ക് എടുക്കേണ്ടത്. ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് -5 -2 ഓഫ് i ദെൻ പ്ലസ് 7 മൈനസ് 1 ഓഫ് j എന്നാണ് ആ വെക്ടർ കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ -7i പ്ലസ് 6j എന്നാണ് വെക്ടർ കിട്ടുക. അപ്പോൾ ആ വെക്ടറിന്റെ സ്കേലാർ കമ്പോണൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ടി വരും അതെന്താണ്, അത് -7,6 ആണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ സ്കേലാർ കമ്പോണൻസ് അല്ലേ, സ്കേലാർ കമ്പോണൻസ് ആർ -7,6 എന്ന് നമുക്ക് എഴുതാം. ഇനി നമ്മളോട് വെക്ടർ കമ്പോണൻസ് ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ വെക്ടർ കമ്പോണൻസ് അല്ലേ, വെക്ടർ കമ്പോണൻസ് ആരൊക്കെയാണ്, അത് -7i,6j എന്നാണ് പറയുക. അപ്പോൾ നോക്കുക, ഇവിടെ ഐയുടെയും ജെയുടെയും കോയിഫിഷ്യൻസ് എടുക്കുമ്പോൾ അവരെയാണ് നമ്മൾ സ്കേലാർ കമ്പോണൻസ് എന്ന് പറയുന്നത്. വെക്ടർ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് i ആൻഡ് j ആണല്ലേ, k ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ -7i ആണ് അവിടുത്തെ ഒരു വെക്ടർ കമ്പോണന്റ്, അടുത്തതാണ് 6j. അപ്പോൾ നമ്മളോട് സ്കേലാർ കമ്പോണൻസും വെക്ടർ കമ്പോണൻസ് ആണ് എഴുതാനായിട്ട് പറഞ്ഞത്. നമ്മൾ ആദ്യം വെക്ടർ കണ്ടുപിടിച്ചു, ടെർമിനൽ മൈനസ് ഇനീഷ്യൽ എന്ന രീതിയിൽ നമ്മളവിടെ വെക്ടർ കണ്ടുപിടിച്ചു. സെറ്റ് കോർഡിനേറ്റ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് k വന്നിട്ടില്ല. ഇനി നോക്കി കോയിഫിഷ്യൻസ് എടുത്തു, അതിനെയാണ് സ്കേലർ കമ്പോണൻസ് എന്ന് പറയുക. ഐയും ജെയും അടക്കം നമ്മൾ കോമ്പിനേറ്റ് എഴുതുമ്പോഴാണ് അത് വെക്ടർ കമ്പോണൻസ് ആവുക. ഇതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് 3 വെക്ടറുകൾ തന്നിട്ട് അവയുടെ സമ്മാണ് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരിക്കുക. അപ്പോൾ വെക്ടേഴ്സിന് ABC എന്നാണ് തന്നിരിക്കുക. അപ്പോൾ നമുക്കവിടെ വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് വെക്ടർ സി കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റ്ലി അവിടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഐ കമ്പോണൻസിന് ആഡ് ചെയ്യാം ആദ്യം. അപ്പോൾ ഇവിടെ ഐ മാറ്റി നിർത്തി കഴിഞ്ഞാൽ 1, ദെൻ ഇവിടെ പ്ലസ് -2 പ്ലസ് 1 എന്നാണ് ഐയുടെ കമ്പോണൻസ് വരുന്നത്. പ്ലസ് ജെ ഓഫ് ഇവിടുത്തെ കമ്പോണൻസ് നോക്കുമ്പോൾ -2 ആണ്, ഇവിടെ അത് 4 ആണ്, ദെൻ ഇവിടെ അത് -6 ആണ് അല്ലേ. പ്ലസ് കെ ഓഫ് കെയുടെ കമ്പോണൻസ് നോക്കുമ്പോൾ ഇവിടെ 1 പ്ലസ് ഇവിടെ നമുക്ക് 5, ഇവിടെ നമുക്ക് എന്താണ് -7 എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 1 അല്ലേ, 2 -2 എന്ന് വന്നു. അപ്പോൾ അതെന്തായിട്ട് മാറി, 0 ആയിട്ട് പോയി. അപ്പോൾ നമുക്കിവിടെ 0i എന്ന് എഴുതാനായിട്ട് പറ്റി. പ്ലസ് ഇവിടെ വരുമ്പോൾ -2 -6 എന്ന് പറഞ്ഞാൽ -8 ആണ്. -8 + 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് -4 ആണ്. സോ -4j എന്നാണ് അവിടെ വരിക. ഇവിടെ നോക്കുമ്പോൾ 1 + 5 6 ആണ്. 6 - 7 എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ -1k എന്ന് കിട്ടും. അഥവാ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് 0 ആയിട്ട് പോയി, ഇവിടെ നമുക്ക് -4j -k എന്നാണ് ഇവിടെ വെക്ടേഴ്സിന്റെ സമ്മ് കിട്ടുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് വെക്ടർ എ തന്നിട്ട് അതിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ യൂണിറ്റ് വെക്ടർ കാണാനായിട്ട് ഒരു വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇവിടെ വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അതെന്താണ്, √ ഇവിടെ നമുക്ക് 1² പ്ലസ് ഇവിടെ എന്താണ് 1² പ്ലസ് ഇവിടെ എന്താണ് 2² എന്നാണ് നമുക്ക് കിട്ടുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു √1 + 1 + 4 എന്ന് കിട്ടി. അഥവാ √6 എന്നാണ് നമുക്ക് അവിടുത്തെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ കിട്ടുക. അപ്പോൾ അവിടെ യൂണിറ്റ് വെക്ടർ കാണുമ്പോൾ എ ക്യാപ് എന്ന് പറയുന്നത് എന്താണ്, അത്
വെക്ടർ എ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ആണ് എന്ന് പറയുമ്പോൾ ഇവിടെ ഐ പ്ലസ് ജെ പ്ലസ് 2k ഡിവൈഡ് ബൈ √6 എന്നാണ് വരിക. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ നിർത്താം, അതല്ലെങ്കിൽ √6 കൊണ്ട് ഓരോന്നിനെയും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ 1/√6 ഓഫ് ഐ പ്ലസ് 1/√6 ഓഫ് ജെ പ്ലസ് 2/√6 ഓഫ് കെ എന്നാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് പി ക്യു വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പിയും ക്യൂവും പോയിന്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ 2 പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ടെർമിനൽ മൈനസ് ഇനീഷ്യൽ എന്ന രീതിയിലാണ് നമ്മൾ വെക്ടർ ഫോം ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ വെക്ടർ പി ക്യു എഴുതുമ്പോൾ അവിടുത്തെ ടെർമിനൽ പോയിന്റ് എന്ന് പറയുന്നത് ക്യൂ ആണ്, ഇനീഷ്യൽ എന്ന് പറയുന്നത് പി ആണ്. അപ്പോൾ നോക്കുക, അവിടെ പോയിന്റ് ക്യൂ എന്ന് പറഞ്ഞാൽ 4, 5, 6 ആണ്. അപ്പോൾ അവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 4 ആണ്. മൈനസ് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എന്താണ് 1 ആണ് അല്ലേ. സോ 4 - 1 ഓഫ് ഐ എന്ന് വരും. പ്ലസ് അടുത്ത് നോക്കുമ്പോൾ എന്താണ് 5 - 2 ഓഫ് ജെ എന്നാണ് വരിക. പ്ലസ് 6 - 3 ഓഫ് കെ എന്നാണ് വരുന്നത്. അപ്പോൾ നോക്കുക, ടെർമിനൽ മൈനസ് ഇനീഷ്യൽ എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് 4 - 1 5 - 2 ദെൻ 6 - 3 എന്നെടുത്തത്. അങ്ങനെ വന്നപ്പോൾ നമുക്കിവിടെ 3i പ്ലസ് 3j പ്ലസ് 3k എന്നാണ് നമുക്കിപ്പോൾ വെക്ടർ കിട്ടിയിരിക്കുക. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചിട്ട് ഈ വെക്ടറിനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, യൂണിറ്റ് വെക്ടർ കിട്ടുക. അതിന് വേണ്ടിയിട്ട് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഒന്നില്ലെങ്കിൽ ഇവിടെ 3 കോമൺ ആയിട്ട് പുറത്തോട്ട് എടുത്തിട്ട് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണമെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ നിർത്തി കണ്ടുപിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കാണുകയാണെങ്കിൽ പി ക്യൂവിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഇവിടെ 3യുടെ സ്ക്വയർ പ്ലസ് ഇവിടെ 3യുടെ സ്ക്വയർ പ്ലസ് ഇവിടെയും 3യുടെ സ്ക്വയർ എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 9 പ്ലസ് 9 പ്ലസ് 9 എന്നാണ് വരിക. സോ സ്ക്വയർ റൂട്ട് ഓഫ് 27 എന്ന് വരും. സ്ക്വയർ റൂട്ട് ഓഫ് 27 നമുക്ക് 3 എന്ന് എഴുതാനായിട്ട് പറ്റും. വേറെ ഒന്നുമല്ല, 27 എന്ന് പറഞ്ഞാൽ 9 × 3 ആണ്. ആ 9ന്റെ സ്ക്വയർ റൂട്ടാണ് 3 എന്ന് കിട്ടുക. അപ്പോൾ നോക്കുക, മാഗ്നിറ്റ്യൂഡ് കിട്ടി, അത് 3√3 ആണ്. ഇനി നമുക്ക് അവിടെ യൂണിറ്റ് വെക്ടർ കാണണമെങ്കിൽ, പി ക്യൂവിൻ്റെ യൂണിറ്റ് വെക്ടർ കാണണമെങ്കിൽ പി ക്യു വെക്ടറിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ അവിടെ 3i പ്ലസ് 3j പ്ലസ് 3k ഡിവൈഡഡ് ബൈ 3√3 എന്നാണ് വരിക. നമുക്ക് എന്താണെങ്കിലും ഓരോ കമ്പൗണ്ട്സിനെയും ഡിവൈഡ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ 3/3√3 i പ്ലസ് 3/3√3 j പ്ലസ് 3/3√3 k എന്നാണ് വരിക. അപ്പോൾ ഇവിടെ 3 കട്ട് ചെയ്യാം, ഇവിടെയും കട്ട് ചെയ്തു, ഇവിടെയും കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് 1/√3 ഓഫ് i പ്ലസ് 1/√3 ഓഫ് j പ്ലസ് 1/√3 ഓഫ് k എന്നാണ് ഇവിടുത്തെ ആൻസർ കിട്ടുന്നത്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് എ പ്ലസ് ബിയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ വെക്ടർ എയും വെക്ടർ ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മളവിടെ എ പ്ലസ് ബി വെക്ടർ കണ്ടുപിടിക്കുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് അവിടെ 2i പ്ലസ് മൈനസ് ഐ എന്നാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം അത് 2 പ്ലസ് മൈനസ് 1 ഓഫ് ഐ ആണ് എന്ന് പറയാം. പ്ലസ് നമുക്കിവിടെ -1 പ്ലസ് 1 ഓഫ് ജെ ആണ് വന്നിരിക്കുന്നത് എന്ന് പറയാം. പ്ലസ് 2 പ്ലസ് ദെൻ -1 ഓഫ് കെ ആണ് അവിടെ വന്നിരിക്കുക. അപ്പോൾ നമുക്ക് നമ്മളിവിടെ ഐയുടെയും ജെയുടെയും കെയുടെയും കമ്പൗണ്ട്സ് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് 1i എന്ന് പറഞ്ഞു, ഇവിടെ നമുക്ക് 0j എന്നാണ് കിട്ടുക, ഇവിടെ നമുക്ക് 1k എന്ന് പറഞ്ഞു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു i പ്ലസ് k എന്നാണ് ഇവിടെ വെക്ടർ എ പ്ലസ് ബി കിട്ടുന്നത്. ഇനി നമുക്ക് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഇയാളുടെ മാഗ്നിറ്റ്യൂഡ് വേണം. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ആണ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1 ആണ്. സോ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് 2 എന്നാണ് ഇവിടെ മാഗ്നിറ്റ്യൂഡ് കിട്ടുക. അപ്പോൾ ഈ വെക്ടറിനെ ഈ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് വേണ്ട യൂണിറ്റ് വെക്ടറായി. അപ്പോൾ നമുക്ക് എഴുതാം therefore required unit vector that is equal to vector a plus b divided by magnitude of vector a plus b ആണ്. So that is equal to I plus k divided by √2 എന്നാണ് വരിക. അപ്പോൾ നമുക്ക് അവിടെ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/√of I plus 1/√of k എന്നാണ് ഇവിടുത്തെ വെക്ടർ കിട്ടുന്നത്.
10ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഫൈൻഡ് എ വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ 5i - j + 2k വിച്ച് ഹാസ് മാഗ്നിറ്റ്യൂഡ് 8 യൂണിറ്റ്സ് എന്നാണ്. അപ്പോൾ നമുക്കൊരു വെക്ടർ കണ്ടുപിടിക്കണം, അതിന്റെ മാഗ്നിറ്റ്യൂഡ് 8 യൂണിറ്റ്സ് ആണ്, പക്ഷെ അയാൾ വേറൊരു വെക്ടറിന്റെ ഡയറക്ഷനാണ് എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്ന വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക, അതിനെ നമുക്ക് വേണ്ട മാഗ്നിറ്റ്യൂഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നിരിക്കുന്ന വെക്ടർ എന്താണ്, അത് 5i - j + 2k എന്ന വെക്ടർ ആണ്. അപ്പോൾ ഞാൻ അതിന്റെ വെക്ടർ എ എന്ന് എടുക്കുകയാണ്. അപ്പോൾ അവിടെ കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എ എന്ന് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്, സ്ക്വയർ റൂട്ട് ഓഫ് അവിടെ 5ന്റെ സ്ക്വയർ 25 പ്ലസ് -1ന്റെ സ്ക്വയർ 1 പ്ലസ് 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് 4 ആണ്. അപ്പോൾ നമുക്ക് അവിടെ സ്ക്വയർ റൂട്ട് ഓഫ് 30 എന്നാണ് അവിടുത്തെ വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് കിട്ടുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞത് ആ വെക്ടറിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ വേണം എന്ന് പറഞ്ഞാൽ ഇവിടെ വെക്ടർ എയുടെ യൂണിറ്റ് വെക്ടർ ആണ് വേണ്ടത്. അപ്പോൾ എ ക്യാപ്പ് കണ്ടുപിടിക്കണം. സോ എ വെക്ടർ ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ കൊടുത്തു. അങ്ങനെ വന്നപ്പോൾ ഇവിടെ 5i - j + 2k ഓൾ ഡിവൈഡ് ബൈ √30 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, ഇയാളുടെ ഡയറക്ഷനിൽ 8 യൂണിറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഉള്ള വെക്ടർ ആണ്. അപ്പൊ നമ്മൾ അയാളുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇൻറ്റു ഈ 8 ചെയ്താൽ അതായിരിക്കും നമ്മുടെ റിക്വയർഡ് വെക്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എഴുതാം റിക്വയർഡ് വെക്ടർ ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു ഇയാളെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു 5i - j + 2k ഡിവൈഡഡ് ബൈ √30 അല്ലേ. ഇപ്പോൾ നോക്കുക, ഈ വെക്ടർ ഉണ്ടായിരുന്നു, അതിന് ഞാൻ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമുക്ക് ഓരോ ടൈംസിനെയും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 40i - 8j + 16k ഓൾ ഡിവൈഡ് ബൈ √30 എന്ന് വരും. വേണമെങ്കിൽ നമുക്ക് √30 കൊണ്ട് ഓരോ കമ്പോണൻസിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ 40 ബൈ √30 i - 8 ബൈ √30 j + 16 ബൈ √30 k എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന വെക്ടർ. അപ്പോൾ നോക്കുക, ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന വെക്ടറിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക, അതിനെ നമുക്ക് വേണ്ട മാഗ്നിറ്റ്യൂഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതായിരിക്കും നമ്മളോട് ചോദിച്ചിരിക്കുന്ന വെക്ടർ എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിലെല്ലാം നമ്മൾ ഇതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ഈ വീഡിയോയിൽ നമ്മൾ 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ബാക്കി ക്വസ്റ്റ്യൻസ് 11 മുതൽ 19 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് അടുത്ത വീഡിയോയിൽ ഉണ്ടാവും. താങ്ക് യു.